ഹായ്, ഇന്ന് നമുക്ക് നല്ലൊരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം. കുക്കറിൽ വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2 കപ്പ് കൈമ റൈസാണ് എടുത്തത്. അരി നന്നായിട്ട് കഴുകി അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ 4 മുട്ട വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം കുക്കറിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിക്കാം. ഇത് സവാള ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നൈസായിട്ട് അരിഞ്ഞ ഒരു സവാള ഇതിലേക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ ബ്രൗൺ കളറിലേക്കാണ് ഫ്രൈ ചെയ്യേണ്ടത്. കളറ് മാറുമ്പോൾ വേഗം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഓയിലിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. കളറ് മാറി തുടങ്ങുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്തിട്ട് രണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ എണ്ണ വേണം. പക്ഷെ ബിരിയാണിയിൽ നമുക്ക് ഇത്ര എണ്ണ വേണ്ട. അധികമുള്ള എണ്ണ ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇപ്പോൾ കുക്കറിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയാണുള്ളത്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ മുഴുവനോടെയുള്ള ഗരം മസാല ചേർക്കണം. ഇതുപോലെ 2 കഷ്ണം പട്ട, 5 ചെറിയ ഗ്രാമ്പു, 2 ഏലക്കായ, കഷ്ണം തക്കോലം, ജാതിപത്രി, കുരുമുളക്, പിന്നെ പെരുംജീരകം, ഷാഹി ജീരകം, ഒരു ചെറിയ ബേ ലീഫ്, ഇത്രയും ചേർത്തിട്ടുണ്ട്. സ്പൈസസ് ഒക്കെ എണ്ണയിൽ മൂത്ത് വരണം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കണം. വഴറ്റുമ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ മൂത്ത് വരണം. എന്നിട്ട് നമുക്കിതിൽ തക്കാളിയാണ് ചേർക്കേണ്ടത്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ട് ചേർത്താൽ മതി. നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് എടുക്കണേ. എല്ലാം ഒന്ന് വാടി യോജിച്ച് വരട്ടെ. ഇപ്പോൾ ദേ നല്ലപോലെ കുഴഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ്. എരിവ് കുറവ് മതിയെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് എണ്ണയിൽ ചൂടാവണം. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച മുട്ട ചേർക്കാവേ. മുട്ടയും മസാലയും ഒക്കെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം മതി. ഇതിൻ്റെ മുകൾ ഭാഗവും ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആവും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ അളവിൽ പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. എല്ലാതും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരിയും മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 1.25 കപ്പ് വെച്ചിട്ട് 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളമല്ല, പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറവിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഉള്ളിയുടെയും തൈരിൻ്റെയും ഒക്കെ ചെറിയൊരു മോയ്സ്ചർ അതിലുണ്ടാവും. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടാനുസരിച്ചിട്ട് ആവശ്യമുള്ളത് ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ഒരല്പം മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നണം. അപ്പോഴാണ് അരി വേവുമ്പോൾ ആ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. നേരത്തെ ഫ്രൈ ചെയ്ത സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇല്ലേ, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാവേ. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വന്നാൽ മതി. 1 വിസിൽ വന്ന് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷർ ഫുള്ള് മാറിയിട്ടേ ഓപ്പൺ ചെയ്യാവൂ. അത്രയും സമയം അങ്ങനെ തന്നെ ഇരിക്കണം. മൂടി തുറന്ന ശേഷം പതുക്കെ ഇത് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലെ അരിയൊക്കെ പാകത്തിനുള്ള വേവാണ്. ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നല്ല സെറ്റായിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്ത സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മുകളിൽ വെതറിയിട്ട് സെർവ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ള എഗ്ഗ് ബിരിയാണിയാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്